പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ചേച്ചി നന്ദന, the stage is all yours. താങ്ക് യു ഗൗരി. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ? അതെ, audible ആണ്. Okay. Good morning, everyone. Welcome to the ice breaking session of CET BBC Club. I'm Ganga Satish, a final year student from College of Engineering, Trivandrum. എന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നന്ദന ഉണ്ട്. നന്ദന. ഹായ്, എൻ്റെ പേര് നന്ദന. ആരും മറന്നിട്ടില്ല എന്ന് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് അടിച്ചു പൊളിക്കാം. എല്ലാവരുടെയും കംപ്ലീറ്റ് സപ്പോർട്ട് നമുക്ക് വേണം. എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ ഓക്കെ അപ്പൊ ഇത് ഭയങ്കര ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സെഷൻ ആണ്. ഇതിൽ നിങ്ങൾ കൂടുതൽ ഫണ്ണാണ്. ആ ഫണ്ണിന്റെ ഇടയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു, അത്രേ ഉള്ളൂ. ഫണ്ണിലൂടെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കും. ഓക്കെ, സോ ഇത് നിങ്ങളെല്ലാം ഓപ്പൺ അപ്പ് ചെയ്യണം. അങ്ങനത്തെ ഒരു പ്രോഗ്രാം ആയിരിക്കും. ആൻഡ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ യു ടേൺ ഓൺ യുവർ വീഡിയോ, ബിക്കോസ് നമുക്ക് കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് ആക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, സോ ഇപ്പൊ നന്ദന ഒരു PPT പ്രസന്റ് ചെയ്യും. സോ can you please share the screen? വിസിബിൾ ആണോ? യെസ്, ഇപ്പൊ വിസിബിൾ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ. യെസ്, വ്യൂ. സോ അപ്ലിഫ്റ്റ് എന്നാണ് നമ്മുടെ ഈ സെഷന്റെ നെയിം. നിങ്ങളെ ജസ്റ്റ് ഒന്ന് എൻകറേജ് ചെയ്യാനും ജസ്റ്റ് ഒന്ന് ഓപ്പൺ അപ്പ് ആക്കാനും ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്യാനും വേണ്ടിയാണ് ഈ സെഷൻ. അപ്പൊ ഇതിൽ നമ്മൾ ഭയങ്കര ഇൻഫോർമൽ ആയിട്ടാണ് സംസാരിക്കുന്നത് ഇവിടെ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നതും നല്ലതാണ്, നമുക്ക് നിങ്ങൾ അറ്റ്ലീസ്റ്റ് കാണാമല്ലോ. സോ ഇതിൽ കുറച്ച് ഗെയിംസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗെയിമിലേക്ക് പോവാം അല്ലേ? നിങ്ങൾക്ക് ഒന്നെങ്കിൽ ലൈക്ക് മോണിറ്ററിൽ ഇങ്ങനെ തംസ് അപ്പ് കാണിക്കാം, അപ്പൊ നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്ന അറിയാമല്ലോ. ഓക്കെ, യെസ്, ഓക്കെ, ഫൈൻ. അപ്പൊ നിങ്ങൾക്ക് ഈ ഗെയിം എന്താന്ന് മനസ്സിലായോ? ജസ്റ്റ് ഒരു ഗസ് ചെയ്യാമോ? നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ കളിച്ചിട്ടുണ്ടായിരിക്കുന്ന ഒരു ഗെയിം ആയിരിക്കണം. അപ്പൊ ഇവിടെ കുറെ ഒബ്ജക്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് എന്തെങ്കിലും ഗസസ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും കേട്ടോ പ്ലീസ്. എന്തെങ്കിലും ഗസസ് ഉണ്ടെങ്കിൽ. നോ ഗസസ്? ഇല്ല, ഇതൊരു ഗെയിം ആണ്. അപ്പൊ നമ്മള് കുറെ ഒബ്ജക്ട്സ് ആണ്. ഓക്കെ, ഈ ഒബ്ജക്ട്സ് എന്താന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലാവാത്ത ഒബ്ജക്ട്സ് ഒന്നും ഇല്ലല്ലോ? എല്ലാം അറിയാവുന്നല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് പോവാം. ഈ ഗെയിമില് ഞാനോ നന്ദനയോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെയാണ് ഇത് ഫുൾ കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾ തന്നെയായിരിക്കും അതിലുള്ളതും, നിങ്ങൾ തന്നെയായിരിക്കും അതിന് ആൻസർ പറയേണ്ടതും എല്ലാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫൈൻഡ് മീ എന്നാണ് ഗെയിം. അപ്പൊ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളിൽ നിന്ന് തന്നെ ഒരാള് മുന്നോട്ട് വരിക. ആൻഡ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോ ആദ്യം കാണുന്ന അഭിഷേകാണ്. ഓക്കെ, അഭിഷേക് മുമ്പോട്ട് വരുന്നു. ആൻഡ് അഭിഷേക് ഒരു ഒബ്ജക്റ്റ് മൈൻഡിൽ ആലോചിക്കുന്നു, എന്തെങ്കിലും ആകാം. ഇപ്പം ഒരു മൊബൈൽ ഫോൺ. ഓക്കെ, മൊബൈൽ ഫോൺ മനസ്സിൽ ആലോചിക്കുന്നു. ആൻഡ് ഒരു ക്ലൂ കൊടുക്കണം. ഓക്കെ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ നമ്മൾ ടെക്നോളജിക്കലി ഇപ്പൊ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് വരുന്ന ഒരു സാധനമാണ്. ഒരു ക്ലൂ കൊടുക്കും. ബാക്കി ആദ്യം ക്രൗഡിൽ നിന്ന് വരുന്ന 3 പേർക്ക് ഗസ് ചെയ്യാം എന്താണ് ഐറ്റം എന്ന്. ഓക്കെ, 3 പേർക്ക്, ആദ്യം മുന്നോട്ട് വരുന്ന 3 പേർക്ക് ആ ഐറ്റം ഗസ് ചെയ്യാം. ആർക്കും കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ അഭിഷേക് സെക്കൻഡ് ക്ലൂ കൊടുക്കും. സെക്കൻഡ് ക്ലൂയിലും 3 മുന്നോട്ട് ആദ്യം വരുന്ന ആൾക്കാർക്ക് ഗസ് ചെയ്യാം. അവിടെയും കിട്ടിയില്ലെങ്കിൽ ലാസ്റ്റ് ഫൈനൽ ക്ലൂ ആണ് തേർഡ് റൗണ്ടിൽ. അവിടെയും 3 പേർക്ക് മുന്നോട്ട് വരാം. അപ്പൊ നിങ്ങൾക്ക് ഗസ് ചെയ്യാം. ആൻഡ് ആദ്യത്തെ റൗണ്ട് ഗസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 പോയിന്റ്സ് കിട്ടും. രണ്ടാമത്തെ റൗണ്ട് ഗസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 പോയിന്റ്സ് കിട്ടും. മൂന്നാമത്തെ റൗണ്ടിലാണെങ്കിൽ 1 പോയിന്റ് കിട്ടും. ആരും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അഭിഷേകിനായിരിക്കും 5 പോയിന്റ്സും കിട്ടുന്നത്. ഓക്കെ, ആൻഡ് ഒരാൾക്ക് മാക്സിമം 2 തവണ ഗസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 3 റൗണ്ട്സ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് മാക്സിമം 2 തവണ ഗസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേണമെങ്കിൽ നന്ദന ഒന്നുകൂടെ റൂൾസ് പറയും. ചേച്ചി കേട്ടൂടെ ഒന്നും? കേൾക്കുന്നില്ല? ഞാൻ പറഞ്ഞ ഒന്നും കേൾക്കുന്നില്ല. കേൾക്കാമില്ല? ഓക്കെ, ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞ ഒന്നും നിങ്ങൾ കേട്ടില്ല. പലരും ഹാൻഡ് ഒക്കെ റേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾക്ക് ഗെയിമിന്റെ ഒന്നുകൂടെ റൂൾസ് വേണമെങ്കിൽ നന്ദന ഒന്നുകൂടെ പറയും. അതിന് സംശയമുണ്ടോ? എന്തെങ്കിലും ഒന്നും കൂടി പറയട്ടെ? നിങ്ങൾ കളിക്കാൻ റെഡി ആയിട്ട് വന്നതാണോ കൈ ഉയർത്തുന്നേ? നിങ്ങൾ അറിയാണ്ടല്ലോ ഉയർത്തുന്നല്ലേ? ആദ്യം
നിങ്ങക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് മനസ്സിലായി ആദിത്യൻ ഒന്ന് മനസ്സിലായോ ഇല്ലേന്നൊന്ന് പറയുക. ഓക്കെ, വേറൊരാള് പറഞ്ഞാലും മതി. വേറെ ആരെങ്കിലും പറഞ്ഞാൽ മതി. അഭിഷേക് മനസ്സിലായി. ഓക്കെ, ഫൈൻ. അപ്പൊ നിങ്ങളിൽ നിന്ന് ഒരാൾ ആദ്യം ഒരു നമുക്ക് ക്യാച്ചർ എന്ന് വേണേ പറയാം. ഒരു ക്യാച്ചർ മുമ്പോട്ട് വരും. എനിക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല പറയാൻ. ഓക്കെ, യെസ്. അപ്പൊ ഒരാൾ വരൂ. ഒബ്ജക്റ്റിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരാള്. ഗോകുലാണോ? പിന്നെ ബ്ലാക്ക് ടീഷർട്ട്, ബോള്, ലംബോർഗിനി, കാറ്, അല്ലല്ല. അത് അങ്ങനെയല്ല. ഗോകുല് മനസ്സിലൊരു സാധനം വിചാരിക്കുക. അതിപ്പോ ഇതിലെ സാധനം തന്നെ വേണമെന്നില്ല. നിനക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നെ ഉള്ളൂ. എന്തെങ്കിലും ഒരു വേർഡ്, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് മനസ്സിലാലോചിക്കുക. എന്നിട്ട് ഒരു ക്ലൂ ഗൂഗിളിലെ ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാവരോടും ക്ലൂ പറയുക. ഇതിന് ക്ലൂ പറഞ്ഞു. എന്താ ക്ലൂ? കേട്ടില്ല, ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറ. ഹലോ, ഗൂഗിളല്ലേ ക്ലൂ പറയുന്നത്? അപ്പൊ ഒരു ക്ലൂ ഒന്നും കൂടി ഒന്ന് പറയോ? ആ ക്ലൂ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലൂ കേട്ടില്ല. കുറെ പേര് റേസ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ കേട്ടില്ല. എന്താണ് ഒബ്ജക്റ്റിന്റെ ക്ലൂ? എന്താണ്? ഓക്കെ, നിങ്ങൾ കുറെ പേരുണ്ടല്ലോ. ഓക്കെ, അല്ല, ആദ്യം നിങ്ങൾ ഒന്നുകൂടെ സ്റ്റാർട്ട് പോവുക ചെയ്യാം. ഒരാള് മുമ്പോട്ട് വരും. അപ്പൊ ആരും വരില്ല. ആദിത്യൻ മുന്നോട്ട് വരും. ആദിത്യൻ മനസ്സിലൊരു ഒബ്ജക്റ്റ് ആലോചിച്ചു. ഓക്കെ, അപ്പം ബാക്കി ഫ്രണ്ട്സിനോട് ആ ഒബ്ജക്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഒരു ക്ലൂ കൊടുക്കുക ആ ഒബ്ജക്റ്റിനെ പറ്റി. പേര് എന്താന്ന് പറയാം. എന്താണ്? മരത്തുനിന്നാണ് സാധനം ഉണ്ടാക്കുന്നത്. ഓക്കെ, ആർക്കെങ്കിലും 3 പേർക്ക് ഗസ് ചെയ്യാം എന്താണെന്ന്. മരത്തിൽ ഉണ്ടാകുന്ന സാധനമാണ്. കോക്കനട്ട് ആണോ? തേങ്ങ. അപ്പൊ ആദ്യത്തെ മനസ്സിൽ സങ്കല്പിച്ച സാധനം തന്നെയാണ് ഇവർ പറയുന്നതെന്ന് പറയാം. ആണോ? ഇവര് പറഞ്ഞതിൽ എന്തെങ്കിലും ഉത്തരം? അത് തന്നെയാണ്. ഇത് ഭയങ്കര ഈസി ആയി പോയല്ലേ? അപ്പൊ കുറച്ചും കൂടി വിഷമമുള്ള ഒരു ടഫ് കൊടുക്കൂ. അല്ല, ശരിക്കും തേങ്ങ തന്നെയാണോ ആൻസർ? കോക്കനട്ട് ആയിരുന്നോ ആൻസർ? ഉരുട്ടി കളിക്കാൻ യൂസ് ചെയ്യണ ഒരു സാധനം. ഓക്കെ, ഉരുട്ടി കളിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം. ബാക്കിയുള്ളവർ ഗസ് എന്താണ്? അർജുൻ എന്ത് പറഞ്ഞു? ഗൂഗിൾ പറ. ഇവര് പറഞ്ഞ ആൻസർ കൺഫേം ചെയ്ത്. മിഥുനും ആദിത്യനും പറഞ്ഞത് ശരിയാണ്, ബോളാണ്. ആദ്യം തന്നെ പറഞ്ഞല്ലേ. അപ്പൊ മിഥുനും ആദിത്യനും 5 പോയിന്റ്സ് ഞാൻ ഇവിടെ എഴുതി വെക്കുന്നു. അടുത്ത ഇതേപോലെ ആരെങ്കിലും ഒക്കെ ഗസ്റ്റ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട്. നിങ്ങൾ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് കൊടുക്കും കേട്ടോ. കുറച്ചുകൂടെ ആദ്യത്തെ റൗണ്ടിൽ തന്നെ പറയാൻ പറ്റാത്തൊരു സാധനം. ആരോ ഹാൻഡ് റേസ് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അഭിജിത്ത് ഇല്ലേ ഇവിടെ? യെസ്, അഭിജിത്ത് പറയൂ. അഭിജിത്ത് ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. അഭിജിത്ത് ഒരു ഒബ്ജക്റ്റ് ക്ലൂ കൊടുക്കും എല്ലാവർക്കും. ഒബ്ജക്റ്റ് കിട്ടിയിട്ടില്ലേ അഭിജിത്തിന്? അഭിജിത്ത് ഇല്ലാന്ന് തോന്നുന്നു. വേറൊരാൾ മുമ്പോട്ട് വരും. നമുക്ക്
അദ്വൈത് ഉണ്ടോ? യെസ്. അപ്പൊ അദ്വൈത് ഒരു ഒബ്ജക്റ്റ് ആലോചിച്ചിട്ട് എല്ലാവർക്കും ഒരു ക്ലൂ കൊടുക്കുക. എന്താണ് അവർ ഗസ് ചെയ്യട്ടെ. അദ്വൈത് ആലോചിക്കാൻ എല്ലാവർക്കും ഒബ്ജക്റ്റ് കിട്ടാൻ ഇത്രയ്ക്ക് ക്ഷാമോ? അതാണ് ഞാൻ തന്നെ അത് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാറിൽ തന്നെ പ്ലെയിൻ, ട്രെയിൻ, ബോളിന് പകരം ബാറ്റ്, വേറെന്തുണ്ട്? ഒന്നില്ലെങ്കിൽ ഷട്ടിൽ ടീഷർട്ട്, ജീൻസ്, എന്താ ടീപോട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ടീ കപ്പ് ആലോചിക്കാം. ടൈപ്പ് ഓഫ് ബോർഡ് ആണ്. ഓക്കെ, ടൈപ്പ് ഓഫ് ബോൾ ആണ് അല്ലേ? ബാക്കിയുള്ള ബോർഡ് ആണ്. ബോർഡ് ടൈപ്പ് ഓഫ് ബോർഡ് ആണ്. ഓക്കെ, ബ്ലാക്ക് ബോർഡ്, വൈറ്റ് ബോർഡ് ആണ്. ആ ബോർഡ് ആണെന്നില്ലായിരിക്കും. ആണോ? അദ്വൈത് പറയൂ, ഇവര് പറയുന്ന ഏതെങ്കിലും കറക്റ്റ് ആണോ? അല്ല. ഓക്കെ, നിങ്ങളുടെ 3 പേര് പറഞ്ഞു. സ്കേറ്റിംഗ് ബോർഡ് ആണ്. അദ്വൈത് സെക്കൻഡ് ക്ലൂ കൊടുത്തോ? ശരി, ഇപ്പൊ ഇവര് പറഞ്ഞതൊന്നും അല്ലെങ്കിൽ ഇവര് പറഞ്ഞതൊന്നും അല്ലെങ്കിൽ ഒരു ക്ലൂ കൂടെ കൊടുക്കും. അതൊരു ടോയ് പോലത്തെ ഒരു സാധനമാണ്. ഓക്കെ, എനിക്ക് ഓൾമോസ്റ്റ് കിട്ടി. നിങ്ങൾ ആലോചിക്കും, പറയൂ. നമ്മള് അത് വെച്ച് കളിക്കുന്നതല്ലായിരിക്കും അല്ലേ? രാഹുൽ പറഞ്ഞ രാഹുൽ എന്താ പറഞ്ഞ? ക്യാരം ബോർഡ് എന്നാണ് പറഞ്ഞത്. രാഹുൽ എന്താ പറഞ്ഞ? സ്കേറ്റിംഗ് ബോർഡ് ആണോ? രാഹുൽ സെക്കൻഡ് റൗണ്ടിലാണ് പറഞ്ഞത് സ്കേറ്റ് ബോർഡ്. 3 points. യെസ്, രാഹുലിന് 3 points ആണ്. ഓക്കെ, ഇനി വേറൊരാള് ഒരു ഒബ്ജക്റ്റ് ആലോചിക്കും. അഭിനവ് ഹാൻഡ് റേസ് ചെയ്തിട്ടുണ്ട്. അഭിനവ്, മുന്നോട്ട് വരൂ. ചേച്ചി ഒരു ബാൻഡാണ്. ഓക്കെ, ഒരു ബാൻഡ് ആണ്. ഓക്കെ, എല്ലാരും കേൾക്കുന്നുണ്ടോ? റബ്ബർ ബാൻഡാ? ആണ്, കറക്റ്റ് ആണ്. ഓക്കെ, റബ്ബർ. ശബരി 5 points കിട്ടി. അപ്പൊ അടുത്ത ശബരി പറയുന്ന ഒരു ഒബ്ജക്റ്റ്. ഓക്കെ, എങ്കിൽ അങ്ങനെ പോവാം നമുക്ക്. ശബരി ഒരു ഒബ്ജക്റ്റ് ആണ്. നമ്മള് എപ്പോഴും പോകാനായിട്ട് യൂസ് ചെയ്യുന്ന മാസ്ക്. എന്താടാ ഒന്നും കൂടെ പറയാൻ കേട്ടില്ല. ക്ലൂ ഒന്നും കൂടി പറയോ? നമ്മളെപ്പോഴും പോകാനായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, നമ്മൾ എപ്പോഴും പോവാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ചെരുപ്പാ? ഷൂ? ചെരുപ്പ് തന്നെ. ചെരുപ്പാണ്. ഓക്കെ, ആരാണ് പറഞ്ഞ? അഭിഷേകാണോ? അർജുനാണ്. അടുത്തൊരു ഒബ്ജക്റ്റ് മനസ്സിലാലോചിച്ചിട്ട് പറഞ്ഞു. അർജുനനെ ആർക്കും പറയാം. ഓക്കെ, ഇപ്പൊ അർജുൻ പറഞ്ഞതേ ഉള്ളൂ. രാഹുൽ ഹാൻഡ് റേസ് ചെയ്തിരിക്കുകയാണ്. രാഹുൽ പറയുന്നോ ഒരു ക്ലൂ? പറഞ്ഞോ. 2 ഷീറ്റ്സ് തമ്മിൽ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന സാധനം. ഗമ്മ്. ഓക്കെ, ശരിയാണോ? അതാരാ? ആദ്യം ശബരി പറഞ്ഞാണോ? പശയല്ലേ? ഗമ്മ്. രണ്ടും ഒന്നല്ലേ? ഓക്കെ, അപ്പൊ ഇനി വേറൊരാള്. ശബരി വന്നോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ചേച്ചി. ആണോ? ഓക്കെ, എങ്കിൽ വേറൊരാള് വരട്ടെ. സംസാരിക്കാത്ത ഒരാൾ വരൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുഴപ്പിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഭയങ്കര പാടുള്ളത് കൊടുക്കണം. നിശബ്ദതയാണല്ലോ. ആരെങ്കിലും മുന്നോട്ട് വരൂ. സിദ്ധാർത്ഥ് ഉണ്ടോ? സിദ്ധാർത്ഥിന് ഒരു ക്ലൂ കൊടുക്കാമോ കൂട്ടുകാർക്ക്?
സിദ്ധാർത്ഥില്ല. അപ്പൊ വേറെ ആരെങ്കിലും വന്നോ? അങ്ങനെ ആർക്കും റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ, ആർക്കും പറയാമേ. തോമസ് വന്നിട്ടുണ്ട്. ഓക്കെ, തോമസ് പറഞ്ഞു. തോമസ് പറയൂ. കൊടുക്കട്ടെ, ക്ലൂ കൊടുക്കട്ടെ. ക്ലൂ കൊടുത്തോ. കൊടുക്കും. നമ്മളിത് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ബുക്കാ? ശബരി പറഞ്ഞു. ശബരി ബുക്ക് എന്നാണോ പറഞ്ഞത്? ബുക്കല്ലേ? ശബരിക്ക് ഓൾറെഡി 10 points ആയി. ഓക്കെ, ശബരിയാണ് ലീഡിങ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആൾ വരും. അടുത്താരാ വരുന്നേ? ആർക്കും വരാ? അർജുൻ ഹാൻഡ് റൈസ് ചെയ്തായിരുന്നു. ഒന്നും കൂടെ ഒന്ന് റൈസ് ചെയ്യോ. അർജുൻ തന്നെ. രണ്ട് അർജുൻ ഉണ്ടോ? ഓക്കെ, അർജുൻ BS പറയൂ. ഈ കാലഘട്ടത്തിൽ കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനം. മാസ്ക്. സാനിറ്റൈസർ. ഫോൺ. മൊബൈൽ ഫോൺ. ഫോൺ ആണ് പറഞ്ഞേ. അഭിഷേക്. ഞാനും പറഞ്ഞു. അഭിനവ് പറഞ്ഞു. അഖിൽ, അഭിഷേക്, അഭിനവ് പറഞ്ഞല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ക്ലൂ അഭിനവ് കൊടുക്കുന്നോ? ആ ചേച്ചി, കാറ്റ് ആണ്. ഒരു കാറ്റ്. ഒരു കാറ്റ് ആണ്. ഓക്കെ, ഒരു ബ്രീഡ് ആണോ? അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ഒരു ടൈപ്പ്? അല്ല, ജസ്റ്റ് ഒരു കാറ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ, ആർക്കെങ്കിലും ബ്ലാക്ക് കാറ്റ്സ്. അല്ല. വൈറ്റ് കാറ്റ്. അല്ല. ടോം. അല്ലടാ. ഇതുവരെ ആരും ഗസ്റ്റ് ചെയ്തിട്ടില്ല. അടുത്ത ക്ലൂ കൊടുത്തല്ലേ? നെക്സ്റ്റ് ക്ലൂ കൊടുത്തോ. അടുത്ത ക്ലൂ ഒരു ചോക്ലേറ്റ് ആണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. കിറ്റ്കാറ്റ്. അങ്ങനെ വഴിക്ക് വാടാ. അഭിനവ് ആദ്യം CAT എന്നല്ലേ പറഞ്ഞത്? അല്ല, ഞാൻ മാറ്റിയിട്ട് കാറ്റ് ആണെന്ന് പറഞ്ഞായിരുന്നു. K ആണ് പറഞ്ഞത്. അപ്പൊ ആരാ പറഞ്ഞത്? അഖിലാണ് പറഞ്ഞത്. അഖില് പറഞ്ഞു. ഓക്കെ, അഖിലിന് ഇപ്പൊ 8 points ആയി ടോട്ടൽ. വേറെ നമുക്ക് ലാസ്റ്റ് ഈ ഒരാളും കൂടെ കൊണ്ട് നിർത്താവേ. ലാസ്റ്റ് ഒരാളും കൂടെ. അവസാനം ഒരാളും കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്ന പോലെ ഒരു നല്ലൊരു സാധനം പറയാം. ഭയങ്കര ആർക്കും കിട്ടാത്ത രീതിയിൽ പറഞ്ഞാൽ കൊള്ളാം. ശബരി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ശബരി എന്തെങ്കിലും ആലോചിച്ച് വെച്ചിട്ടുണ്ട്? ശബരി പറഞ്ഞു. ശബരിക്ക് എന്തെങ്കിലും ടൈമിലാണ് പോകുന്നത്. ടൈമിലാണ്. 5-ലാണ് തുടങ്ങുന്നത്. ഓക്കെ, 5-ലാണ് തുടങ്ങുന്നത്. 5 സ്റ്റാർ തന്നെ ആണോ? കറക്റ്റ് ആണല്ലേ? അഖിലാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. അഖിലാണ് കേട്ടോ ലീഡിങ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ആർക്കെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടോ ഇതില്? അത് നമുക്ക് മൂവ് ഓൺ ചെയ്യണോ? ഓക്കെ, അനന്തുൻ ആണോ പ്രൊണൗൺസിങ്? അനന്തുൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. പോയോ? അനന്തുൻ പോയോ? അല്ല, സോറി, അതല്ല പ്രൊണൗൺസിയേഷൻ. അതുൻ സോറി, അതുൻ ചന്ദ്രൻ. ഹലോ. യെസ്, അതുൻ പറയൂ. ചേച്ചി അറിയാതെ കൈതട്ടിയതോ? ആണോ? ഓക്കെ, അത് കുഴപ്പമില്ല. എന്നാലും പറയൂ. ഒരു ഒബ്ജക്റ്റ് പറഞ്ഞോ? അല്ല ചേച്ചി, ഞാൻ ഇപ്പൊ കയറിയതേ ഉള്ളൂ. എനിക്ക് ഇത്രയും നേരം കയറാൻ പറ്റിയില്ലായിരുന്നു. ആണോ? ഓക്കെ, ഓക്കെ, എങ്കിൽ കുഴപ്പമില്ല. നമുക്ക് കണ്ട് കുറെ ഒക്കെ മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അടുത്ത ഗെയിമിൽ ഓക്കെ വരണേ. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? ലാസ്റ്റ് പറയാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? ശബരി ഹാൻഡ് റേസ് ചെയ്തതാണോ അറിയാതെയാണോ? അറിയാതെ. ഓക്കെ, അറിയാതെ. ഓക്കെ, അപ്പൊ ആരും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ആരും കാണുന്നില്ല.
So can we move on? ക്ലാസ് തുടങ്ങി. ക്ലാസ്സോ? നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടോ ഇപ്പോ? ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പോ ഞാൻ പറയാം, അഖിലിന് 13 പോയിന്റ്സ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അഖിലിന് ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കാം. എല്ലാരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ക്ലാപ്പ് ചെയ്തേ, അഖിൽ കേൾക്കട്ടെ. യെസ്, സെക്കൻഡും ക്ലാപ്പ് കൊടുക്കാമേ. ശബരിയാണ് സെക്കൻഡ്. ശബരിക്ക് ഒരു ക്ലാപ്പ്. ഓക്കെ, നമുക്കപ്പോ മൂവ് ഓൺ ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് അടുത്ത ഗെയിം ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? അത് ഭയങ്കര എളുപ്പമാണ്. മൂവി ക്യാമറ. യെസ്, നമ്മുടെ ഗെയിമിന് റിലേറ്റഡ് ആണ്. ഇതെല്ലാം കണ്ടിട്ട് ഒരു ഓവറോൾ ആയി എന്താ കിട്ടുന്നത്, എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമ ഷൂട്ട് ചെയ്യണത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ മൂവി കാണാൻ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഓ ഇല്ലേ? ആരാണ്? ഓക്കെ, ഇല്ലാന്ന് നോ പറഞ്ഞു. ഓക്കെ ഫൈൻ. യെസ്, അപ്പൊ എല്ലാവർക്കും മൂവി ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? കാണാനും ഇഷ്ടമായിരിക്കും. ഇവിടെ അഭിനയിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? പിന്നെ അവർക്ക് നമുക്ക് അവസരം കൊടുക്കാം. അതാണല്ലേ, കടാ അഭിനയിക്കാൻ നിങ്ങൾക്കൊക്കെ തന്നെ. ഷോർട്ട് ഫിലിം ഒക്കെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതില്ലേ? ഇല്ലല്ലേ, ചുമ്മാ ഷോർട്ട് ഫിലിം. യെസ്, നിങ്ങളുടെ ഇടയിൽ തന്നെ കലാകാരന്മാർ കാണുമല്ലോ. സോ യു ക്യാൻ മേക്ക് എ ഷോർട്ട് ഫിലിം. ഡയറക്ടേഴ്സ് ആവാനുള്ള ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ. ഓക്കെ, സോ നമുക്ക് ഗെയിമിലേക്ക് വരാം അല്ലേ? യെസ്, വെബ് സീരീസ് ഒക്കെ കാണുന്നവരായിരിക്കും അല്ലേ? നിങ്ങൾക്ക് ഏതായി ഫേവറേറ്റ് സീരീസ് ഒക്കെ പറഞ്ഞേ എല്ലാരും? ഗെയിം ഓഫ് ത്രോൺസ്. ഗെയിം ഓഫ് ത്രോൺസ്. ഓക്കെ, വേറെ ഏതാ? മണി ഹേസ്റ്റ് സീസൺ 3 അല്ലേ പറഞ്ഞേ? ഓക്കെ, വേറെ ഫേവറേറ്റ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഗെയിം ഓഫ് ത്രോൺസ് കാണാറില്ല. മലയാളം വെബ് സീരീസ് നിങ്ങൾ കാണാറില്ലേ? ലോസ്റ്റ്. കരിക്ക്. ഫ്ലാഷ്. ഓക്കെ, ഞാൻ ഫ്ലാഷ് എനിക്കറിയാം. കരിക്ക് എനിക്കറിയാം. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് എല്ലാവർക്കും മൂവീസിനോടും സീരീസിനോടും ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ തന്നെയാണ്. സോ നമ്മുടെ ഈ ഗെയിം ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എന്താന്ന് വെച്ചാ, നിങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ഇഷ്ടമുള്ള ഒരു മൂവി ആണെന്ന് ഇപ്പൊ പറയുന്നത്. നിങ്ങൾക്ക് സീരീസ് പറയണമെന്നുണ്ടെങ്കിൽ പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മൂവി, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ക്രിട്ടിക്കൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നവരാണെങ്കിൽ, ഓക്കെ ഈ മൂവിയിൽ ഇങ്ങനെ ഒരു വ്യത്യാസം കൊണ്ട് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ, അങ്ങനെ തോന്നിയ ഒരു മൂവി, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമുള്ള ഒരു മൂവിനെ പറ്റി 1 മിനിറ്റ് സംസാരിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ആ സ്റ്റോറി ലൈൻ നമ്മളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ ചെയ്യാം. കാരണം ആ മൂവി കാണാത്തവർ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് കാണാനൊരു ആഗ്രഹം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മൂവിനെ പറ്റി 1 മിനിറ്റ് സംസാരിക്കണം. ഏത് ലാംഗ്വേജും സംസാരിക്കാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, സോ നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് കാണിക്കാം, അവർക്കൊരു ഐഡിയ. നിങ്ങൾക്ക് ഇപ്പൊ മൂവി ഒന്നും മനസ്സിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇംഗ്ലീഷ്, ഏത് ലാംഗ്വേജും പറയാം. ഇംഗ്ലീഷ് പറയാം. ഞാൻ ടർക്കിഷ് ഒക്കെ കാണുന്ന ഇതാണ്. ഞാൻ ടർക്കിഷ്, എനിക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് പറയാം. സ്പാനിഷ്, ടർക്കിഷ്, ഏത് ഫോറിൻ ലാംഗ്വേജ് പറയാം. ഇംഗ്ലീഷ് പറയാം, മലയാളം പറയാം, ഹിന്ദി പറയാം, തമിഴ് പറയാം. നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ആദ്യം ആരാണ്? അർജുൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അർജുൻ വരട്ടെ. അർജുൻ ഹാൻഡ് റൈസ് ചെയ്ത അർജുൻ വരൂ. അർജുൻ എ. അർജുൻ പോയി, അറിയാതെ ഹാൻഡ് റൈസ് ചെയ്യുന്നു. 1 മിനിറ്റ് പറഞ്ഞാൽ മതി, വലുതായിട്ടൊന്നും പറയണ്ട. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് പറയൂ. ഓക്കെ, വി എൻകറേജ് യു ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. സോ ഇംഗ്ലീഷിലാണ് നിങ്ങൾക്ക് പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ മതി. ആരും ഒന്നും മിണ്ടുന്നില്ല. ഇത്ര നേരം സിനിമയെ പറ്റി പറഞ്ഞപ്പോ എല്ലാവർക്കും ഭയങ്കര ആവേശമായിരുന്നു. ഇപ്പൊ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. രാഹുൽ ഹാൻഡ് റൈസ് ചെയ്തു. രാഹുൽ പറഞ്ഞോ? യെസ്, രാഹുലിന് ഇഷ്ടപ്പെട്ട മൂവിനെ പറ്റിയാണോ പറയുന്നത്? വെബ് സീരീസ്.
സീരീസ് പറഞ്ഞു, സീരീസിനെ പറ്റി പറഞ്ഞു. Okay, my favorite series is with Game of Thrones. It contains many good characters. ഇനി അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഉണ്ടെങ്കിൽ ആ Yes. Why do you like that series? I love Arya Stark because she is so courageful and And അയ്യോ രാഹുൽ മ്യൂട്ട് ആണ്. that's it. That's it. You're not suggesting it to the others. നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം എന്നൊക്കെ പറ. Actually, that is 18 above. Yeah, okay. So, yes. അപ്പോൾ നിങ്ങളെല്ലാവരും 17 ആയിരിക്കും അല്ലേ? I'm not suggesting. You're not suggesting. Yes, it's actually 18 above. But maybe ഭാവിയിൽ നിങ്ങൾക്ക് കാണാം. Okay. So, രാഹുൽ അവസാനം ഒരു താങ്ക് യു ഒക്കെ പറയൂ. Okay, thank you all. ഓക്കെ ഫൈൻ, വെരി ഗുഡ്. രാഹുൽ ആദ്യം മുമ്പോട്ട് വന്നതിന് താങ്ക് യു സോ മച്ച്. ഇനിയും നെക്സ്റ്റ് ആരാണ്? രാഹുൽ ഓൾമോസ്റ്റ് 40 സെക്കൻഡ് സംസാരിച്ചിട്ടുണ്ട്. പ്രിറ്റി ഗുഡ്, ഫൈൻ. നെക്സ്റ്റ് ആരാണ്? നമുക്ക് അധികം സമയമില്ല കേട്ടോ, നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകണം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാമപ്പ് ആയിട്ട് വേണം ഹാൻഡ് ഓവർ ചെയ്യാൻ. നന്ദന ആരെങ്കിലും ആർക്കും പറയാനില്ല. എന്നാ ഞാനൊരു ഒരു സിനിമയിലെ ഒരു ഡയലോഗ് പറയട്ടെ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നാണ്. രാംജി റാവ് സ്പീക്കിംഗ് സിനിമ എല്ലാവരും കണ്ടതാണോ? കുറച്ചു പേരെങ്കിലും കണ്ടതാണോ? കണ്ടിട്ടുണ്ടല്ലോ. അതില് ഒരിടത്തേക്ക് ഒരു നാടകം കളിക്കാൻ അവര് പോകുന്നതിന് മുമ്പ് ഇവരെ വിളിച്ചിട്ട് നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ ഞങ്ങൾ ഒരു അരമണിക്കൂർ മുമ്പ് പുറപ്പെട്ടു, വേണമെങ്കിൽ 1 മണിക്കൂർ മുമ്പേ പുറപ്പെടാം എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതേപോലെയുള്ള ഡയലോഗുകളൊക്കെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സാധനം കയ്യിലുണ്ടോ? ഏത് സിനിമയിലെയാ? ആർക്കറിയില്ല സിനിമ? അത് ആ ഡയലോഗ് അറിഞ്ഞൂടെ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. അതാണ്, അങ്ങനെ വേണം റിപ്ലൈ വരാൻ. യെസ്. അപ്പൊ അങ്ങനെ നിങ്ങക്ക് ഇഷ്ടംപോലെ സിനിമ മനസ്സിൽ വരുന്നില്ലേ? എന്തിനെങ്കിലും പറയൂ. ആരാണ്? അഭിനവന് എന്തെങ്കിലും പറയാനുണ്ടോ? അഭിഷേക് റേസ് ചെയ്തിട്ട് അഭിഷേകിന് എന്തെങ്കിലും പറയാനുണ്ടോ? അഭിഷേക് സിനിമയെ കുറിച്ച് പറയാറുണ്ടോ? അല്ല കുഴപ്പമില്ല. അഭിഷേക് ഇഷ്ടമുള്ള ഒരു സിനിമയുടെ പേര് ലൂസിഫർ. ലൂസിഫർ. ഓക്കെ, വൈ ഡു യു ലൈക്ക് ലൂസിഫർ? ലാലേട്ടന്റെ ഇതും സംസാരങ്ങളും സ്റ്റൈലുകളും. ഓക്കെ, മോഹൻലാൽ സാറിന്റെ സംസാരവും സ്റ്റൈലും ഒക്കെ ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ? യെസ്, അത് ഓപ്പൺ ആയിട്ട് പറയൂ, ഭയങ്കര മടിച്ചു പറയേണ്ട ആവശ്യമില്ലല്ലോ. വേറെ എന്തുകൊണ്ടാണ് അത് ഇഷ്ടം? വേറെ അങ്ങനത്തെ പവർഫുൾ മൂവീസ് ആണോ ഇഷ്ടം? അങ്ങനത്തെ പവർഫുൾ റോൾസ് ആണോ ഇഷ്ടം? ഓക്കെ, മോഹൻലാൽ സാറിന്റെ ഫാൻ ആണോ? ലാലേട്ടൻ ഫാൻ ആണല്ലേ? ഓക്കെ, ഇവിടെ എല്ലാരും ലാലേട്ടൻ ഫാൻസ് ആണോ? അല്ല, വിജയ് ഫാൻസ് അല്ല. ഓക്കെ, മലയാളത്തില് ലാലേട്ടൻ, തമിഴില് വിജയ്. ഓക്കെ ഓക്കെ. വേറെ ഏതെങ്കിലും ഉണ്ടോ? ഇംഗ്ലീഷ് മൂവീസ് കാണുന്നവരൊക്കെ ഉണ്ടോ? ഉണ്ട്. ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് മൂവിനെ പറ്റി പറ. ഒരു ജസ്റ്റ് ഒരു ഫ്രണ്ട്സിന് ഒരു റെക്കമെൻഡേഷൻ, അല്ലെങ്കിൽ ഒരു റെക്കമെൻഡ് ചെയ്യാൻ ഒരു സജഷൻ കൊടുക്കാൻ. കേട്ടില്ല?
കേൾക്കുന്നുണ്ടോ? ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. ഓക്കെ, യെസ്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. രാഹുൽ അല്ലേ സജസ്റ്റ് ചെയ്തത്? ജസ്റ്റ് ഒന്ന് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കൊടുക്കും ബാക്കിയുള്ളവർക്ക്. ഒരു രാഹുൽ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കാണാൻ ഒരു ആഗ്രഹം വരണം, അങ്ങനെ. Really, I didn't suggest that. My friend did. Okay, who suggested it for you? Abhijit B. Abhijit B ഇവിടെ ഉണ്ടോ? Yes, okay, Abhijit B. Why do you suggest it to Rahul? Abhijit it's a very good movie. ആണോ? It's a very good movie എന്നാണോ പറഞ്ഞത്? I suggest all to see this. Yes, okay. Abhijit suggests everyone to watch it, okay? എല്ലാരും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് കാണണം. കണ്ടിട്ടുണ്ട്. Yes, കണ്ടിട്ടുണ്ട്. കാണാത്തവർ കാണൂ. വേറെ ആരാണ്? അനന്ത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അനന്തു അത് അൺമ്യൂട്ട് ചെയ്ത് പറയൂ. അനന്ത് പോയോ? വേറെ ആരോ ഒരു മൂവി സജസ്റ്റ് ചെയ്തില്ലേ ഇപ്പോ ചാറ്റ് ബോക്സില്? അത് Suicide Squad. ആ, അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് അറിയാത്ത. അത് കണ്ടിട്ടുള്ള ആരെങ്കിലും പറയൂ. ആരും കണ്ടിട്ടില്ല? തോമസിന് എന്തെങ്കിലും പറയാനുണ്ടോ? തോമസ് എന്താ പറയുന്ന ചേച്ചി? തോമസ് മൂവി കാണാറില്ലേ? ഇടക്കിടക്കാണ്. യെസ്, സോ ഒരു ഫേവറേറ്റ് മൂവി പറയൂ. എനിക്ക് ഫേവറേറ്റ് ഞാൻ പണ്ട് ചൈനീസ് മൂവി Okay. ടണൽ എന്ന് പറയുന്നത്. പേരെന്താണ്? ടണൽ. ടണൽ. ഓക്കെ, സോ വൈ ഡു യു ലൈക്ക് ടണൽ? അല്ലെങ്കിൽ ടണലിന്റെ ഒരു പർട്ടിക്കുലർ സീൻ എന്തെങ്കിലും പറയൂ. പർട്ടിക്കുലർ സീൻ ഒരാള് ഒരു ഭാര്യനെ വിളിക്കാൻ വേണ്ടി എയർപോർട്ടിൽ പോകുമ്പോ വഴി വെച്ച് പെട്രോൾ അടിക്കാൻ പമ്പിൽ കയറുന്നു. പെട്രോൾ അടിക്കും. ആ സമയത്ത് അവിടുത്തെ പെട്രോൾ അടിക്കുന്ന ആള് 2 കുപ്പി വെള്ളം കൊടുത്തു വിടും. അതെ, അതാണ് മെയിൻ സീൻ. എന്നിട്ട് ഇയാള് പോകുന്ന വഴി ഒരു ടണലുണ്ട്. ഇയാള് ടണലിൽ കയറുമ്പോ ടണല് പൊളിഞ്ഞ് വണ്ടിയുടെ മുകളിലൂടെ വീഴും. പിന്നെ ഇയാളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഇതില് ഫോഴ്സ് വരും. അങ്ങനെ പിന്നെ ഇയാള് രക്ഷപ്പെടാൻ കാരണം ഈ 2 കുപ്പി വെള്ളമാണ്. ഓക്കെ, യെസ്. അങ്ങനെ ഒരു പ്രാധാന്യമില്ലാതെ തോന്നിയ ഒരു സാധനം നമ്മളെ ലാസ്റ്റ് രക്ഷിക്കും, അങ്ങനെ എനിക്ക് തോന്നി. ഞാൻ കണ്ടിട്ടില്ല. യെസ്, താങ്ക് യു തോമസ് ഫോർ സജസ്റ്റിംഗ് ദാറ്റ് മൂവി. എല്ലാവർക്കും ടണൽ. ഓക്കെ, ടണൽ. ടെനറ്റ്, യെസ്, ക്രിസ്റ്റഫർ നോളന്റെ അല്ലേ? ദാറ്റ്സ് എ ഗുഡ് മൂവി. കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കണമെങ്കിൽ കാണണം. ആരാണ് സജസ്റ്റ് ചെയ്തത്? അഭിജിത്ത് അല്ലേ? അഭിജിത്ത് പറയൂ. വൈ ഡു ഡിഡ് യു ലൈക്ക് ഇറ്റ്? ക്രിസ്റ്റഫർ നോളന്റെ എല്ലാ മൂവീസും കാണുന്നതാണോ? യെസ്, ഓക്കെ. എന്താണ് പറയൂ. 1 വേർഡ് അല്ലാതെ ഒരു സെന്റൻസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയൂ. It's very good. It's very good. Okay. What if എന്നൊരു വെബ് സീരീസ് അഭിജിത്താണ് സജസ്റ്റ് ചെയ്തത്. അതും അഭിജിത്താണ് സജസ്റ്റ് ചെയ്തത്. യെസ്, ഓക്കെ. നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സ്ട്രേഞ്ചർ തിങ്സ്. യെസ്, സ്ട്രേഞ്ചർ തിങ്സ് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ കേട്ടിട്ടുണ്ട്. യെസ്, സ്ട്രേഞ്ചർ തിങ്സ്. മാവൽ. ഓക്കെ, മാവൽ ഫാൻസ് ഉണ്ടെങ്കിൽ യെസ്. നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതിനെക്കാളും നിങ്ങൾ അതിനെ കുറിച്ച് പറയൂ. ഓക്കെ, ജസ്റ്റ് ഫ്രണ്ട്സിനൊരു
ഓക്കെ മാസ്റ്റർ ആരാ? അഭിനവ് ഉണ്ടോ? എന്തുകൊണ്ടാണ്? കാരണം വിജയ് സാറിന് നല്ല അഭിനയം, പിന്നെ നല്ല മാസ്മരിക് ഡാൻസ് ഒക്കെ ഉണ്ട്, പിന്നെ ഫൈറ്റ് സീൻസ്, സ്റ്റോറി കൊള്ളാം, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ യെസ് അഭിനവ് കുറച്ച് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ഇങ്ങനെ ബ്രീഫ് പറയണം. നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ സജസ്റ്റ് ചെയ്തെന്നും കൂടെ പറയണ്ടേ. ബിഗിൽ. ഓക്കെ, ബിഗിൽ. അനന്തു അല്ലേ പറഞ്ഞ? അനന്തു എന്തുകൊണ്ടാണ് പറഞ്ഞത്? അനന്തു അൺമ്യൂട്ട് ചെയ്യാമോ? വിജയ് ഫാനാണോ അനന്തു? Yes. Okay. So I hope you don't want to unmute and speak. Okay, fine. സാരമില്ല. ഇനി ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാട്ടോ. ഏതൊക്കെ സിനിമകളുണ്ട് നിങ്ങൾക്ക്? ഇപ്പൊ ഏതാ ഹിറ്റ് ഭയങ്കര മൂവി? കാണുന്ന കുറവാണ്. ഹോം കണ്ടതാണോ എല്ലാരും? യെസ്, നിങ്ങളെ ഹോം കണ്ടതാണോ? കണ്ടു. ഒരു ഫീൽ ഗുഡ് മൂവി. യെസ്, ഫീൽ ഗുഡ് മൂവി അല്ലേ? സെറ്റ് സിനിമ. അല്ല, കേട്ടില്ലാന്നാണോ? അല്ല, ഹോം കണ്ടില്ലേ? ഹോം നല്ലൊരു ഫീൽ ഗുഡ് മൂവി അല്ലേ? ഗുഡ് സ്റ്റോറി. ലോക്കി. കുറെ വിജയ് ഫാൻസ് ഉണ്ടെന്ന് തോന്നുന്നു നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, ഡോക്ടർ സ്ട്രേഞ്ച്. നീ ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് വല്ലതും പറയാനുണ്ടോ? പറയൂ. നോ വേ ഹോം. അതെ, നിങ്ങളിത് അൺമ്യൂട്ട് ചെയ്താണ് ഇത് പറയേണ്ടത്. നിങ്ങളെല്ലാം ചാറ്റാണ് ചെയ്യുന്നത്. ഇന്ന് എന്ത് പറ്റി എല്ലാരും ഭയങ്കര സൈലന്റ്? സാധാരണ എല്ലാരും അൺമ്യൂട്ടാക്കി സംസാരിക്കുന്നതാണല്ലോ. എന്നെ പരിചയമില്ലാത്തോണ്ടാണോ? നന്ദന അവർക്ക് ഓൾറെഡി അറിയാം. അതോ സിനിമ കാണാത്തവരായതുകൊണ്ടാണോ? സിനിമ കാണാത്തവരാന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമ എല്ലാരും കാണുന്നവരാണ്. അഭിഷേക് എന്തെങ്കിലും പറയാനുണ്ടോ? അഭിഷേക് ഒരു മൂവി സജസ്റ്റ് ചെയ്യും. ഞാൻ ഇംഗ്ലീഷ് സിനിമ കാണാറില്ല. അഭിഷേക് ഇംഗ്ലീഷ് സിനിമ കാണാറുണ്ടോ? ഇല്ല. കാണാറില്ല. ഓക്കെ, അപ്പൊ അത് പോയി. വേറെ തമിഴ് കാണാറുണ്ടോ? ഹിന്ദി കാണാറുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഒരു സിനിമ സജസ്റ്റ് ചെയ്യൂ. സിനിമ മാസ്റ്റർ എന്തുകൊണ്ടാ ഇഷ്ടപ്പെട്ടെ? വിജയ സാറിന്റെ വ്യത്യസ്തമായുള്ള ഒരു കഥാപാത്രം. അതിന്റെ കഥ ഒന്ന് ബ്രീഫ് ചെയ്യാമോ? അതായത് എനിക്കത് കണ്ടാൽ ഇഷ്ടപ്പെടുമെന്ന് മനസ്സിലാവണ്ടേ? അതിന് വേണ്ടിട്ടൊന്നും ചെറുതായിട്ടൊന്ന് പറയൂ. ആദ്യം വിജയ് ഭയങ്കര കുടിക്കാരനാണ്, കുടിക്കും. വിജയ് സേതുപതി ഒരു പണ്ടൊരു അവന്റെ അച്ഛനെ അമ്മയും ആരോ കൊന്നു. അങ്ങനെ കുറെ ദിവസം ജയിലിൽ കിടന്നു. ഒരു പോലീസ് കൊന്നു അവനെ ജയിലിലാക്കി. പിന്നെ ജയിലിൽ കിടന്ന് ദേഷ്യം വന്ന് മുതലൊക്കെ കൊണ്ട് ചിരിച്ചു. അപ്പൊ അതിന്റെ റിവെഞ്ച് സ്റ്റോറിയാണോ? അതുകൊണ്ട് അവൻ പ്രതികാരം ചെയ്യുന്ന സ്റ്റോറിയാണോ? കഥ എങ്ങനെയാണോ? അല്ല, അത് അങ്ങനെ ഇഷ്ടപ്പെടുവോ? ആൾക്കാർ കണ്ടാൽ ഇഷ്ടപ്പെടുവോ? ഒരു കൊച്ചു പിള്ളേരൊക്കെ വെച്ച് ജയിലിലായി. അവൻ ചെയ്യണ കൊലപാതകങ്ങളെല്ലാം കൊച്ചു പിള്ളേരെ ജയിലിലോട്ട് വിടും. കൊച്ചു പിള്ളേരാണ് ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെ മാസ്റ്ററിനെ ഫോണിൽ വിളിക്കുമ്പോഴേ അവൻ കണ്ടപ്പോഴേ ആ രണ്ടു പിള്ളേരെ കൊന്നവൻ. നന്നായി സംസാരിച്ചു കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈ കഥ കേട്ടിട്ട് ഇനി കുറെ ആൾക്കാർ സിനിമ കാണും.
ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കാണും. അപ്പൊ ഇനിയിപ്പോ ഗംഗ ചേച്ചി കാണും, ഇനി ഞാൻ കാണും, ഇനി അങ്ങനെ കുറെ ആൾക്കാർ ഈ കഥ കേട്ടിട്ട് ഇനി കാണൂലേ. അപ്പൊ അതേപോലെ വേറെ ആർക്കെങ്കിലും ഇതേപോലെ ഒന്നും കൂടി പറയണം, ഒരു അവസരം കൂടി. ലാസ്റ്റ് ആണ്, നമുക്ക് അടുത്ത സെഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതും വൈൻഡപ്പ് ചെയ്യാം. ഇനി ആർക്കെങ്കിലും ഒരു മൂവി സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്പയർ ചെയ്തൊരു മൂവി, എന്തെങ്കിലും ലൈക്ക് ഒരു ക്ലാസിക് മൂവി വേണേ ആവാം, ആൾക്കാർ കണ്ടിരിക്കണം എന്നുള്ള മൂവീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇനി ആർക്കും പറയാനില്ലെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ? അവഞ്ചേഴ്സ്. അവഞ്ചേഴ്സ്, യെസ്. അമൽ പറയൂ, അവഞ്ചേഴ്സ് എന്തുകൊണ്ടാണ് അമലിന് ഇത്ര ഇഷ്ടം? അവഞ്ചേഴ്സ് അടുത്ത കാലഘട്ടത്തില് അവര് ഓരോ മിഷൻസ് വെച്ചുണ്ടാക്കുന്ന ഒരു റോബോട്ടാണ് ഇതാണ്. റോബോട്ട് ഏജ് അങ്ങനെ വരുന്നതാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങളെല്ലാരും എൻഡിങ് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു താങ്ക് യു പറയാം, അപ്പൊ നമുക്ക് മനസ്സിലാവും നിങ്ങൾ പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞു അങ്ങനെ. ഓക്കെ ഓക്കെ, സോ ഷാൽ വി വൈൻഡ് ദിസ് അപ്പ്? യെസ്, നോ, യെസ്, നോ. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, ലാസ്റ്റ് ഞാനൊരു മൂവി സജസ്റ്റ് ചെയ്യാം. ഫോറസ്റ്റ് ഗംപ് എന്നൊരു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന എനിക്ക് അറിഞ്ഞൂടാ, ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി, നിങ്ങളെ ഭയങ്കര ഇൻസ്പയർ ചെയ്യും. കണ്ടിരിക്കേണ്ട ഒരു മൂവി എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. ഫോറസ്റ്റ് ഗംപ് എന്നാണ് പേര്. ഓക്കെ, ടോം ഹാങ്സിന്റെ മൂവിയാണ്, നിങ്ങൾ എല്ലാവരും കാണണം. ഒരു സജഷൻ പോലെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, സോ നന്ദനക്ക് അതേപോലെ എന്തെങ്കിലും മൂവി അവർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടോ? കണ്ടിരിക്കണം. നിങ്ങൾക്ക് ഗെയിംസ് ഒക്കെ ഇഷ്ടമാണോ? അതായത് ഇപ്പൊ എന്താ പറയാ, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഗെയിംസ് അല്ല ഞാൻ ഉദ്ദേശിച്ച സ്പോർട്സ് റിലേറ്റഡ്. ഫുട്ബോളിലേക്ക് പുതിയ സിനിമകളൊക്കെ ഇറങ്ങുന്നതൊക്കെ കാണാറുണ്ടോ? ഒരു മലയാള സിനിമ ഉണ്ടല്ലോ, സെവൻസ്, പിന്നെ ബിഗിൽ, ഇങ്ങനെ പല പല സിനിമകളില്ലേ ഫുട്ബോൾ റിലേറ്റഡ്. അതേപോലെ ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജേഴ്സി എന്ന് പറഞ്ഞൊരു ഒരു സിനിമ. അത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് പല ഭാഷയിൽ അത് ഡബ് ചെയ്തിട്ട് എങ്കിലും ഇറങ്ങി. എം എസ് ധോണിയുടെ സിനിമയുണ്ട്, അത് ഭയങ്കര രസമാണ്. പിന്നെ അതേപോലെ സച്ചിന്റെ ഉണ്ട്. അപ്പം സ്പോർട്സ് മൂവീസ് ക്യാപ്റ്റൻ ഉണ്ട്, ഫുട്ബോളിന്റെ. അപ്പൊ സ്പോർട്സ് റിലേറ്റഡ് സിനിമ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഇതെല്ലാം കാണാം. എന്ന് പറഞ്ഞ എപ്പോഴും നിങ്ങൾ സിനിമ കണ്ടോണ്ടിരിക്കല്ലേ, പഠിക്കാൻ കാണാം കേട്ടോ. ഇനി അവര് പറയാം ചേച്ചിമാര് കുറെ സിനിമ പറഞ്ഞു തന്നു, അതെല്ലാരും കാണുകയാണ്. ഓക്കെ, നമുക്കപ്പോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സെഷൻ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്ത് വേണമെന്ന് പറയാം. ഓക്കെ, ഓപ്പൺ ആയിട്ട് പറയാം. ഇഷ്ടപ്പെട്ടോ? ഓക്കെ, താങ്ക് യു. നിങ്ങൾ സംസാരിച്ചതിലും നമുക്ക് ഒത്തിരി താങ്ക് യു ഉണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ അറ്റൻഡിങ്. ഇത്രയും പേഷ്യന്റ് ആയിട്ട് ഇത്രയും നേരം കേട്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനിയും നെക്സ്റ്റ് എന്തെങ്കിലും പ്രോഗ്രാംസിന് മീറ്റ് ചെയ്യുന്നവരെ. സോ ലെറ്റ് മീ ഹാൻഡ് ദിസ് ഓവർ ടു നന്ദന. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷൻ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് 2 സെഷൻസും കൂടി ഉണ്ട്. അപ്പൊ അടുത്ത സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അക്സ ചേച്ചിനെ ക്ഷണിക്കുന്നു. അക്സ ചേച്ചി. ഹായ്, ഹലോ ഗൈസ്, എല്ലാരും ഒരു ഹലോ തന്നെ. ഹലോ. എല്ലാരും ഹാപ്പി ആണോ? സെഷനൊക്കെ റെഡി ആണോ? ഇനി 2 സെഷനും കൂടെ ഉണ്ട്, അതിന് റെഡി ആണോ എല്ലാരും? ആക്ച്വലി ഈ സെഷൻ ചെയ്യുന്നത്, 3ാമത്തെ സെഷൻ ചെയ്യുന്നത് എന്റെ ഫ്രണ്ട് അർജുൻ ആണ്. അർജുൻ, where are you? Hi all, can you hear me? Yes. Yeah. So അർജുനും ഞാനും കൂടെയാണ് ഇനി അടുത്ത 2 സെഷൻ ചെയ്യാൻ പോകുന്നത്. Are you guys ready? Yes, ready. Okay. And before I start, I'll like to thank all the participants who participated. Kudos to you all. So hello all, I am Arjun from CET School of Management. If you remember me,
I had taken a picture perception test for you all. ഓർക്കുന്നുണ്ടോ? Hi, Abhishek. Previous. Yeah. അർജുൻ മുമ്പ് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. എല്ലാരും അർജുനെ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്. ഓക്കെ. ഓർക്കുന്നുണ്ട്. Yeah. Thank you for joining me. Gauri. Screen is visible. Okay. Presentation. Not now. Okay. No. Yeah. Oh, 2 minutes before proceed. Yeah. Meanwhile, Akshay, if you are ready, you can print. You mute. Hey, Yeah. Okay, so shall we start the presentation? Yes. Okay. So Arjun, am I supposed to do this now or? Yes. I'll. Yeah. You can start with this. Okay. So hello ഒക്കെ നമ്മൾ പറഞ്ഞു. എൻ്റെ പേര് അക്സ എന്നാണ്. AXA, അക്സ മറിയം സാജൻ. ഞാൻ CET-യിൽ MBA ചെയ്യുവാണ്. MBA ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ. സോ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന സെഷൻ എന്ന് പറഞ്ഞാൽ ഹൗ ടു ഗിവ് എ ഗുഡ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന സെഷൻ. ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല് ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. റെസ്പോണ്ട് ചെയ്യുവോ എല്ലാരും? യെസ് പറഞ്ഞേ. നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സംസാരിക്കണം കേട്ടോ, എന്നാലേ ഇതൊരു വിജയമാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല് നിങ്ങൾക്കറിയാം, ഇപ്പൊ നിങ്ങൾ പുതിയൊരു സ്കൂളിൽ പോവാ അല്ലെ വേറൊരു സ്ഥലത്തൊക്കെ പോവാണെങ്കിൽ ആദ്യം ടീച്ചേഴ്സ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ എവിടെ ചെന്നാലും ആദ്യം ചോദിക്കുന്നത് എന്ത് ചെയ്യാനാ? സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ. റൈറ്റ്, യു ആർ റൈറ്റ് തോമസ്. നമ്മളെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെ, ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. ഇതാണ് എവിടെ ചെന്നാലും ആദ്യം ചോദിക്കുന്നത്. അപ്പോ ഇപ്പൊ ഇവിടെ എത്ര പേരുണ്ട്? ഇവിടെ ഇപ്പൊ ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. ഇതിൽ ആരെങ്കിലും ഒരാള് ഹു ഇസ് ദ സ്മാർട്ടസ്റ്റ് വൺ ഒന്ന് മുന്നോട്ട് വന്ന് സിമ്പിൾ ആയിട്ട് ഒന്ന് സെൽഫ് ഇൻട്രോ തരാമോ? ഒരു ടെൻഷനും വേണ്ട, ഇത് ഭയങ്കര ഇൻഫോർമൽ ആണ്, ക്ലാസ് പോലെ ഒന്നും അല്ല. ജസ്റ്റ് നിങ്ങളെ സെൽഫ് ഇൻട്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നത് മാത്രമാണ് ഇവിടെ ഉദ്ദേശം. എവിടെയെങ്കിലും ഒന്ന് പതറുവാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. ആരെങ്കിലും ഒരാള് ഒന്ന് മുന്നോട്ട് വന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാവോ? രാഹുൽ സഞ്ജീവ് ഹാസ് റേസ്ഡ് എ ഹാൻഡ്. രാഹുൽ സെൽഫ് ഇൻട്രോ പറയാവോ? യെസ്. വെരി ഗുഡ്. ഓക്കെ, ഗോ ഓൺ. My name is Rahul and I'm coming from Shanti Nagar, Karakuttam. Okay. And I'm studying in 10th standard. My school's name is Technical High School, Srigaryam. Okay. Now, in which class are you studying? 10th class. 10th standard. All right. പിന്നെ എന്തെങ്കിലും ഹോബി ഉണ്ടോ രാഹുലിന്? Yes, I listen to music. Listen to music. That's very good. So, which is your favorite song? Can you name a favorite song, Rahul? Anyone, anything. Taylor Swift's Love Story. Taylor Swift, Love Story. Very good. എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. Alright. ഇനി tell me about your family. ചെറുതായിട്ട് ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടെന്ന് ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാവോ? Yes, my family contains 5 people. Sorry. Okay. My mom, my dad, my sister and my grandma. Very good. So that's a big family. All right. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. But you did a very good job. So എല്ലാവരും രാഹുലിന് ഒരു ക്ലാപ്പ് കൊടുത്തേ. നമ്മൾ പറഞ്ഞപ്പോഴേ രാഹുൽ മുന്നോട്ട് വന്ന് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ തന്നു.
That's a very good job. ഇനി ആരെങ്കിലും ഉണ്ടോ? Abhijit B has raised a hand. Abhijit, പറ. My name is Abhijit and I am coming from Benbalattam. I am studying 10th standard. I am studying in CHS Srigaryam. Okay. ഇനി എന്തൊക്കെ പറയാം? ഫാമിലിനെ പറ്റി പറയാം, ഹോബീസിനെ പറ്റി പറയാം, എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയാം. പറഞ്ഞോ. In my house, I am father, mother, sister, and grandfather. Okay. My favorite What are your hobbies? web series. എന്റെ മോനെ വെബ് സീരീസോ? Watching web series. I can't hear you. ഒന്നുകൂടെ പറയാമോ? Watching web series. Watching web series. Even I like watching web series. Which is your favorite web series? Game of Thrones. Game of Thrones. Okay. Very good. തീർന്നോ? Yes. Okay. അപ്പൊ എല്ലാരും അഭിജിത്തിന് ഒരു ക്ലാപ്പ് കൊടുത്തേ. വെരി ഗുഡ്. ഇനി ഒരാൾക്കും കൂടെ ലൈക്ക് ഈ സെഷൻ തീരുമ്പോഴത്തേക്ക് ഞാൻ കുറെ പേരെയും കൊണ്ടും കൂടെ സംസാരിപ്പിക്കും. ഞാനിത് തുടങ്ങുന്നതിന് മുമ്പ് ഒരാളും കൂടെ വന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാവോ? നമ്മുടെ അഭിജിത്തിനെയും രാഹുലിനെയും ഒക്കെ പോലെ. കമോൺ. അഖിൽ അനിൽ കുമാർ, ബാ പറഞ്ഞോ. My name is Akhil Anil Kumar. I am coming from Kalaputtam. I am studying in 10th standard in CHS Srigaryam. I like to watch web series. Okay. In my family contains father, mother, and my brother. I like to watch Flash web series. Flash web series അത് DC-യുടെ അല്ലേ? ഓക്കെ, വെരി നൈസ്, വെരി നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞോ. Thank you. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു അഖിൽ. ദാറ്റ് വാസ് എ ഗുഡ് വൺ. കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു. 3 പേരും പറഞ്ഞു. 3 പേർക്ക് ഒന്നുകൂടെ ഒരു ക്ലാപ്പ് കൊടുത്തേ. ക്ലാപ്പ് ചെയ്യൂ. കമോൺ. വെരി നൈസ്. സോ എങ്ങനെ ഒരു നല്ല സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാം? എന്താ, എത്ര സെന്റൻസ് പറയും? ഞാനൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നിട്ട് ഞാൻ എന്റെ സെൽഫ് ഇൻട്രൊഡക്ഷനും പറയാം. അതിനുശേഷം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞുതരാം. അതിനുശേഷം അറ്റ്ലീസ്റ്റ് ഒരു 5 പേരെങ്കിലും സെൽഫ് ഇൻട്രോ ചെയ്യണം. ചെയ്യുവോ? ഉറപ്പാണോ? ചെയ്യാൻ ചേച്ചി. വെരി നൈസ് തോമസ്. അദ്വൈത്, വെരി നൈസ്. അപ്പൊ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്താലോ? ചേച്ചി ഒന്നുകൂടെ പറയാം. യെസ് പറ, യെസ് പറ. എനർജറ്റിക്. വെരി നൈസ്. സോ ഗൗരി, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. Is the slide changing because slide മാറില്ലേ? ഇല്ല, ഹൗ ടു ഇപ്പൊ കാണാം. ഓക്കെ ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണാമോ? സ്ലൈഡ് കാണാമോ? കാണാൻ ചേച്ചി. ഓക്കെ. അപ്പോ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഇപ്പം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സെൽഫ് ഇൻട്രൊഡക്ഷനിൽ പറയാം കേട്ടോ. പക്ഷെ സിമ്പിൾ ആയിട്ട്, ഇപ്പൊ നിങ്ങൾ 10ാം ക്ലാസ്സിലാ, ഉറപ്പായിട്ടും +1 +2 പുതിയൊരു സ്കൂളിൽ പോവായിരിക്കും. അല്ലെ നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന സ്കൂളിൽ +1 +2 ഉണ്ടോ? എനിക്ക് അറിയത്തില്ല കേട്ടോ, അതാ ചോദിക്കുന്നത്. ഇല്ല ചേച്ചി, ഇല്ല. അപ്പൊ പുതിയൊരു സ്കൂളിൽ +1 +2 പോകുമ്പോഴത്തേക്കും എന്താ, അവിടെ നിങ്ങളോട് സെൽഫ് ഇൻട്രോ പറയുമ്പോഴത്തേക്കും ഒത്തിരി പിള്ളേർ കാണും. അപ്പൊ നമുക്ക് ഒരുപാട് പറയാൻ പറ്റത്തില്ല. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ നല്ല കോൺഫിഡന്റ് ആയിട്ട് പറയണം. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഓക്കെ, സോ നമ്മളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആദ്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മളോട് ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിന് ചെന്ന് ആരെങ്കിലും നമ്മളോട് ചോദിക്കുവാണെങ്കിൽ ആദ്യം നമ്മൾ ആ ആളെ ഗ്രീറ്റ് ചെയ്യണം. ഗ്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആർക്കെങ്കിലും? വെരി ഗുഡ്. വിഷ് ചെയ്യണം. അത് ആരാ പറഞ്ഞേ? ഗോകുൽ. യെസ് ഗോകുൽ, യു ആർ റൈറ്റ്. നമ്മൾ വിഷ് ചെയ്യണം അല്ലെ. ഒന്നെങ്കിൽ ഹലോ പറയണം, അല്ലെങ്കിൽ സമയം അനുസരിച്ച് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ ആ ഓഡിയൻസിനോട് പറഞ്ഞിട്ടേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് എന്താണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും? Greeting.
യെസ്, യു ആർ റൈറ്റ്. നമ്മൾ ആദ്യം ഗ്രീറ്റ് ചെയ്യണം. ഗ്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ പറയേണ്ട സംഭവം എന്താണ്? നെയിം. വെരി ഗുഡ്. അപ്പൊ ആദ്യം നമ്മൾ വിഷ് ചെയ്യണം, എന്നിട്ട് നമ്മുടെ നെയിം പറയണം. സോ ഞാൻ പറയുവാണെങ്കിൽ ആ ഫസ്റ്റ് സെന്റൻസ് നോക്കിയേ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, മൈ നെയിം ഇസ് അക്സ മറിയം സാജൻ. ഓക്കെ, എന്റെ പേര് ഇച്ചിരി വലുതാണ്. മൈ നെയിം ഇസ് അക്സ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്താണ്? ഹലോ, മൈ നെയിം ഇസ് അക്സ. രണ്ടാമത്, നിങ്ങളിപ്പം എന്താ സ്കൂൾ കുട്ടികളാണ്, അപ്പൊ നിങ്ങളുടെ വയസ്സ് പറയാം അല്ലെ. സെക്കൻഡ് എന്താ പറയുന്നത്? ഐ ആം dash years old. നിങ്ങൾക്ക് എത്ര വയസ്സാ? 15 വയസ്സല്ലേ? യെസ്. സോ പറയുമ്പോ എന്ത് പറയാം? ഐ ആം 15 years old. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഐ ആം 24 years old. കേട്ടോ? അടുത്തത്, നിങ്ങൾ എല്ലാവരും ട്രിവാൻഡ്രത്തു നിന്നുള്ളവരല്ലേ? അപ്പൊ ട്രിവാൻഡ്രത്താ ഞാൻ താമസിക്കുന്നതെന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നേ? ഒരാൾ പറഞ്ഞേ. I live in Trivandrum. I am from Trivandrum, Vigasnagar. Very good. Very good. That's right. So, yes. Okay. Very nice. അപ്പൊ അത് വേണം മൂന്നാമത് പറയാം. ഇതിപ്പോ ഇതേ ഓർഡറിൽ പറയണമെന്നൊന്നും ഇല്ല കേട്ടോ. ഐ എം ജസ്റ്റ് ഹെൽപ്പിംഗ് യു. കേട്ടോ? കോൺഫിഡന്റ് ആയിട്ട് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് മാത്രമാണ് ഈ സെഷന്റെ അകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോ ഐ ലിവ് ഇൻ ട്രിവാൻഡ്രം, എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതും ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പൊ എന്റെ വീട്ടില് എന്റെ ഡാഡി, മമ്മി, എനിക്കൊരു ബ്രദർ ഉണ്ട്. അപ്പൊ ഞാൻ എങ്ങനെ പറയും? ഐ ലിവ് ഇൻ ട്രിവാൻഡ്രം വിത്ത് മൈ ഡാഡ്, മോം ആൻഡ് മൈ ബ്രദർ. ഓക്കെ, അതുപോലെ നിങ്ങൾ എങ്ങനെ പറയും? ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ അനിയത്തിയാ ഉള്ളതെങ്കിൽ ഐ ലിവ് ഇൻ ട്രിവാൻഡ്രം വിത്ത് മൈ ഡാഡ്, മോം ആൻഡ് സിസ്റ്റർ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബി ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ അകത്ത്. ഇപ്പൊ എന്റെ ഹോബി എന്ന് പറഞ്ഞാൽ ഐ ലവ് വാച്ചിങ് മൂവീസ് ആൻഡ് റീഡിങ് ബുക്സ്. ഓക്കെ, അപ്പൊ ഞാൻ എങ്ങനെ പറയും? മൈ ഹോബീസ് ആർ. ഇപ്പൊ രണ്ടെണ്ണം പറയുവാണെങ്കിൽ മൈ ഹോബീസ് ആർ എന്ന് പറയും. ഒരെണ്ണം പറയുവാണെങ്കിലോ? മൈ ഹോബി ഇസ് എന്ന് പറയും അല്ലെ. അപ്പോ ഞാൻ പറയുവാണ് മൈ ഹോബീസ് ആർ വാച്ചിങ് മൂവീസ് ആൻഡ് റീഡിങ് ബുക്സ്. അപ്പൊ ഹോബി, അനിൽകുമാർ ഹാസ് റേസ്ഡ് എ ഹാൻഡ്. അഖിലിന് എന്തെങ്കിലും പറയാനുണ്ടോ? That's okay. Alright. അപ്പൊ ഹോബിക്കകത്ത് ഞാൻ എനിക്ക് സിനിമയും ബുക്സും ഇഷ്ടമാണെന്ന് പറഞ്ഞത് കൊണ്ട് വേണമെങ്കിൽ എനിക്ക് അടുത്ത സെന്റൻസിൽ എന്ത് പറയാം? മൈ ഫേവറേറ്റ് ബുക്ക് ഈസ്, അല്ലെങ്കിൽ മൈ ഫേവറേറ്റ് മൂവി ഈസ് എന്നും പറഞ്ഞ് ഒരെണ്ണം പറയാം. Alright. ഇപ്പൊ ഞാൻ പറയാം മൈ ഫേവറേറ്റ് ബുക്ക് ഈസ് ആൽക്കമിസ്റ്റ്. ഇവിടെ ആൽക്കമിസ്റ്റ് ബുക്ക് ഒക്കെ എല്ലാവർക്കും അറിയാവോ? വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ഇറ്റ്സ് എ വെരി ഗുഡ് ബുക്ക്. സോ ഞാനിപ്പം ഇതിനിടയിൽ ഒന്ന് സജസ്റ്റും കൂടെ ചെയ്യുവാണ്. പറ്റുമെങ്കിൽ എന്തെങ്കിലും വായിക്കണം കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ഹോബി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്റെ ഹോബി പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ള ഒരു ബുക്ക് ഓർ മൂവിയുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ പറയുക മൈ ഹോബി ഇസ് വാച്ചിങ് വെബ് സീരീസ് എന്ന് പറഞ്ഞാൽ അടുത്ത സെന്റൻസ് എന്ത് പറയാം? മൈ ഫേവറേറ്റ് വെബ് സീരീസ് ഈസ് എന്ന് പറഞ്ഞ ഒരെണ്ണത്തിന്റെ പേര് പറയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത സെന്റൻസ് ഉണ്ടോ? അവിടെ എന്താ എഴുതിയേക്കുന്നത്? ക്യാൻ സംബഡി റീഡ് ഇറ്റ് ഔട്ട്? മൈ ഫേവറേറ്റ് ബുക്കോ മൂവി കഴിഞ്ഞ പറഞ്ഞേക്കുന്ന സെന്റൻസ് എന്താ? ഓക്കെ, കണ്ടോ? നിങ്ങൾ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വാളിറ്റി കാണത്തില്ലേ? ലൈക്ക് ഐ ആം എ ഗുഡ് സ്വിമ്മർ. ഇപ്പൊ എനിക്ക് നന്നായിട്ട് നീന്താൻ അറിയാമെങ്കിൽ ഐ എം എ ഗുഡ് സ്വിമ്മർ എന്നൊക്കെ പറയത്തില്ലേ? അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു സ്ട്രെങ്ത് കാണും. ലൈക്ക് ഐ എം എ കോൺഫിഡന്റ് പേഴ്സൺ, ഐ എം എ ഫ്രണ്ട്ലി പേഴ്സൺ. അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് ആരെങ്കിലും മറക്കുവോ നിങ്ങൾ ഇനി? എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും ഒരു ഗുഡ് ക്വാളിറ്റി ഓർ സ്ട്രെങ്ത് ഉണ്ട്. സോ അത് നമുക്ക് ചെറുതായി എന്നും പറഞ്ഞ് അതിനെപ്പറ്റി ജാടി അടിക്കണോ നല്ല ഉദ്ദേശം, ഒരു ചെറിയ സെന്റൻസിൽ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ, അപ്പം ഞാൻ പറയുവാണെങ്കിൽ ഞാൻ പൊതുവെ നല്ല ഫ്രണ്ട്ലി പേഴ്സൺ ആണ്. അപ്പൊ ഞാൻ എന്റെ സ്ട്രെങ്ത് ആയിട്ട് എന്റെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ പറയുക ഐ എം എ ഫ്രണ്ട്ലി പേഴ്സൺ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് വേണേലും ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ. ഇവിടെ എഴുതിയിട്ടില്ലാത്ത എന്തെങ്കിലും പറഞ്ഞേ. ആരെങ്കിലും?
സ്പോർട്സ്. അപ്പൊ അഖിലിന് സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അഖിലിന് എന്തൊക്കെ പറയാം? എന്റെ ഫേവറേറ്റ് സ്പോർട്ട് ഏതാന്ന് പറയാം, ഫേവറേറ്റ് സ്പോർട്സ്മാൻ ആരാന്ന് പറയാം, അല്ലെ? അഖിൽ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ആ 2 സെന്റൻസ് ഒന്ന് പറഞ്ഞേ. പറഞ്ഞോ, പേടിക്കണ്ട. My favorite sports is football. Okay. And who's your favorite sportsman? Do you have a Messi. favorite club or anything? No. എന്താ മെസ്സി എന്നാണോ പറഞ്ഞേ? Ah. അതൊരു ഫുൾ സെന്റൻസിൽ പറഞ്ഞേ. My favorite sportsman is Messi. Okay, your favorite football player is Messi. അല്ലെ? വെരി ഗുഡ് അഖിൽ, താങ്ക് യു. അപ്പോ ഇതുപോലെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ വേറെ പല പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? പെട്ടെന്ന് പറ. ആരുമില്ലേ? ഓക്കെ, ആരുമില്ല. എനിവേസ്, അങ്ങനെ നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷന്റെ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. എന്താ ചെയ്യേണ്ടത്? ആ കേട്ടോണ്ടിരുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? Thank you. You're right, Abhijit. You have to say thank you. അല്ലെ, you have to thank the audience. അപ്പോ ഏകദേശം സെൽഫ് ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? Yes. കിട്ടിയോ? എന്നാൽ ഞാൻ പെട്ടെന്ന് നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്തിട്ട് അടുത്ത അർജുന്റെ സെഷനിലോട്ട് പോകണം. സോ പെട്ടെന്ന് ഞാൻ നിങ്ങളെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം. The third one. Gauri? Okay. അപ്പൊ അവിടെ എന്താ എഴുതിയിരിക്കുന്നേ? പോയിന്റ്സ് ടു റിമെമ്പർ വെൻ യു ഗിവിംഗ് യുവർ സെൽഫ് ഇൻട്രോ. ഡു നോട്ട് ഫർഗെറ്റ് ടു വിഷ് ഓർ ഗ്രീറ്റ് ദ പേഴ്സൺ. ആദ്യം ഞാൻ എന്താ പറഞ്ഞത്? നമ്മള് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം എന്ത് ചെയ്യണം? വിഷ് ചെയ്യണം, അല്ലെ? ഒന്നെങ്കിൽ ഹലോ പറയണം, അല്ലെങ്കിൽ എന്താ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ എന്തെങ്കിലും പറഞ്ഞിട്ട് വിഷ് ചെയ്തിട്ടേ നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. നെക്സ്റ്റ് വൺ എന്താണ്? Slide change. നിങ്ങൾക്ക് സ്ലൈഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? എനിക്ക് അവിടെ തന്നെ നിൽക്കുക. ഇല്ല, ഗൗരി, ചേഞ്ച് ചെയ്യുന്നില്ല. ഗൗരി, ഗൗരി, Arjun, can you present it? Yeah, okay. അടുത്ത പോയിന്റ്, ബി കോൺഫിഡന്റ്. ഓക്കെ, നമ്മളോട് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാനായിട്ട് ഒരു ക്ലാസ്സിൽ വന്ന് ടീച്ചർ പറയുക, നിങ്ങൾ ആരെങ്കിലും ഒരാൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കോൺഫിഡന്റ് ആയിട്ട് എണീറ്റ് എന്നിട്ട് ഞാൻ ചെയ്യാമെന്നും പറഞ്ഞ് ചെയ്യണം. ഇനി നിങ്ങൾ പറയുമ്പോഴത്തേക്കും നിങ്ങൾ മടിച്ച് പേടിച്ച് നാണിച്ചൊക്കെയാണോ പറയേണ്ടത്? അല്ല, നിങ്ങൾ പറയുന്ന സെന്റൻസ് അത് തെറ്റായിരിക്കോ, വല്ലവരും എന്ത് വിചാരിക്കോ, അങ്ങനെ ഒന്നും വിചാരിക്കില്ല. ഓക്കെ, നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് പറയണം. തേർഡ് പോയിന്റ് എന്താണ്? Gauri, could you please yeah, have a smile on your face. നിങ്ങളിപ്പം എന്തുവാ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന ആളെ നോക്കി ഇങ്ങനെ പേടിച്ച് അല്ലെങ്കിൽ ഇടിക്കാൻ പോകുന്നത് പോലെ അങ്ങനെയാണോ പറയേണ്ടത്? അല്ല, നല്ല ഫ്രണ്ട്ലി ആയിട്ട് വേണം പറയാൻ. കൂളായിട്ട് കോൺഫിഡന്റ് ആയിട്ട് ഒരു ചിരിയോടെ വേണം നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ. അല്ലാണ്ട് നിങ്ങളുടെ പേടി, നിങ്ങൾക്കുള്ളിൽ പേടിയുണ്ടെന്ന് ഒരിക്കലും അത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ അറിയിക്കരുത്. ഓക്കെ, സോ ദാറ്റ്സ് എ തേർഡ് പോയിന്റ് യു ഷുഡ് റിമെമ്പർ. You must have a smile on your face when you are speaking. Fourth one endana? Slide. Speak slowly. ഇപ്പം നിങ്ങൾ സെൽഫ് ഇൻട്രോ പറയുമ്പോഴത്തേക്കും ഭയങ്കര സ്ലോ ആയിട്ടും അല്ലെങ്കിൽ ഭയങ്കര സ്പീഡിൽ കേട്ടോണ്ടിരിക്കുന്ന ആൾക്ക് ഇയാൾ എന്തുവാ പറഞ്ഞെന്ന് മനസ്സിലാൻ പറ്റാത്ത രീതിയിൽ സംസാരിക്കരുത്. നല്ല വ്യക്തമായിട്ട് അത്യാവശ്യമുള്ള സ്പീഡിൽ പറയണം. പക്ഷെ എന്താണ്, ആൾക്കാർക്ക് അത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവണം. സാധാരണ എപ്പോഴും കണ്ടുവരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാല് പിള്ളേരോട് ഇത് പറയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എക്സ്പ്രസ് പോകുന്ന പോലെ പറഞ്ഞിട്ട് പോകും. അങ്ങനെ പറയരുത്. ഷുഡ് സ്പീക്ക് സ്ലോലി, നോട്ട് ടു സ്ലോ,
നോട്ട് ടു ഫാസ്റ്റ്. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു യെസ് പറഞ്ഞ, ഒരു തംസ് അപ്പ് പറഞ്ഞേ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാവേ. നെക്സ്റ്റ്, ഗൗരി. I think Gauri is having some issue. ഗൗരി ചേച്ചിയുടെ ലാപ്പ് ചെറുതായിട്ട് ഹാങ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. Okay, and Arjun, do you have this with you so that you can? Are you there, Arjun? Yes. Can you show this? 2 seconds, please. എല്ലാരും ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പം ഇത്രയും പോയിന്റ്സ് നമുക്ക് ചുമ്മാ ഇരിക്കണ്ട ആ സമയത്ത്. ഇത്രയും പോയിന്റ്സ് നമ്മൾ പറഞ്ഞത് വെച്ച് ആരെങ്കിലും ഒരാള് സെൽഫ് ഇൻട്രോ ഒന്ന് പറയാവോ? Can you try? Anybody? ആരെങ്കിലും? Come on. എന്തിനാ പേടിക്കുന്നേ? ആരെങ്കിലും പറ. ആരുമില്ലേ? തോമസ്, can you give us a self introduction? Can you tell us about yourself? Yes. Very good. പറഞ്ഞോ, തുടങ്ങിക്കോ. അപ്പൊ ആദ്യം എന്താ പറയണ്ടേ? My name. ഹലോ പറഞ്ഞിട്ട്. ഓക്കെ, പറഞ്ഞോ. Hello everyone, my name is A.M. Thomas and I am coming from Kattaikonam, and I live there with my family of consisting my father, mother and my sister, and I am 15 years old, and I study in Technical High School Sri Hariam and in 10th standard. Thank you. Very nice, very nice. Okay, so Arjun, the one after have a smile on your face. I mean, 6th slide. Thank you, Thomas. Thank you, Thomas. This is the one. That was a good job. കേട്ടോ? ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും പറയണമെന്ന് ആഗ്രഹമുണ്ടോ? ആരുമില്ല. അപ്പൊ നമുക്ക് ആരാ യെസ് പറഞ്ഞേ? ആകാശ്, please go on. തുടങ്ങിക്കോ. Hello, my name is Akash SS. I am 15-year-old. I am studying in Sri Hariam Technical High School in 10th standard. My family is my mother, my father, my sister and grandmother. Okay. My hobbies are watching movies and cycling. Very good. Okay. തീർന്നോ? Oh, thank you. വെരി നൈസ്. എല്ലാ സ്റ്റെപ്സും ഇൻക്ലൂഡ് ചെയ്ത് വെരി നൈസ്. ആകാശിന് ഒരു ക്ലാപ്പ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. സെൽഫ് ഇൻട്രോ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ്, ബി ക്ലിയർ അബൌട്ട് വാട്ട് യു സേ. നിങ്ങൾ എന്താണോ പറയുന്നേ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ പറയണം. അതായത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം നിങ്ങൾ സംസാരിക്കാൻ. അതുപോലെ നിങ്ങൾ നല്ല ഉറച്ച ബോധ്യത്തോടെ വേണം സംസാരിക്കാൻ. അല്ലാതെ നിങ്ങൾ തന്നെ ഒരു ഡൗട്ട് അടിച്ച് പറയുന്നത് പോലെ കേൾക്കുന്ന ആൾക്ക് ഫീൽ ചെയ്യരുത്. ഓക്കെ, സോ യു ഷുഡ് ബി ക്ലിയർ അബൌട്ട് വാട്ട് യു സേ. വാട്ട്സ് ദ നെക്സ്റ്റ് പോയിന്റ്? മേക്ക് ഇറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ്. ഇപ്പൊ നിങ്ങളോട് ആരെങ്കിലും സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വലിച്ചു വാരി പറഞ്ഞ് ടൈം കളയോ? ഇല്ല, നിങ്ങൾ ബ്രീഫ് ആയിട്ട് വേണം പറയാൻ, അല്ലെ? നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഷോർട്ട് ആയിരിക്കണം, ബട്ട് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നല്ല രീതിയിൽ വേണം പറയാൻ. ഓക്കെ, നൗ ലാസ്റ്റ് പോയിന്റ്, ഓൾവേസ് കൺക്ലൂഡ് ചെയ്യുമ്പോ എന്ത് പറയണം? എന്നാ പറയണ്ടേ നമ്മള് സെൽഫ് ഇൻട്രൊഡക്ഷൻ കൺക്ലൂഡ് ചെയ്യുമ്പോ? പറ. താങ്ക് യു. യെസ്, താങ്ക് യു പറഞ്ഞു വേണം നിർത്താൻ. ഇപ്പൊ നിങ്ങൾക്ക് താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ എന്നോ അങ്ങനെ എന്തെങ്കിലും പറയാം. ഓക്കെ, എന്തായാലും ഓഡിയൻസിനെ താങ്ക് യു പറഞ്ഞിട്ട് വേണം സെൽഫ് ഇൻട്രൊഡക്ഷൻ നിർത്താൻ. അപ്പൊ അതാണ് നമ്മുടെ സെഷന്റെ അകത്ത് സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ കൊടുക്കാമെന്ന
നമ്മൾ നോക്കിയത്. ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഈ സെഷൻ ഹെൽപ്ഫുൾ ആയിരുന്നോ? ഹെൽപ്ഫുൾ ആയിരുന്നോ? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇനി സെൽഫ് ഇൻട്രോ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇനി എന്നേലും ആരെങ്കിലും ഇനി പോകുന്നിടത്ത് സെൽഫ് ഇൻട്രോ ചെയ്യാൻ പറയുവാണെങ്കിൽ നിങ്ങൾ മടിച്ചു നിൽക്കുവോ, അതോ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ ഈ സെഷൻ ഹെൽപ്പ് ചെയ്തോ? ഹെൽപ്പ് ചെയ്തു. എല്ലാരും ഒരു തംസ് അപ്പ് തന്നെ, ഒരു യെസ് പറഞ്ഞേ മനസ്സിലായെങ്കിൽ. അഖിൽ മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി ആർക്കും മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, നൈസ് നൈസ് നൈസ്. ഓക്കെ, അപ്പൊ താങ്ക് യു എവ്രി വൺ. ഇനി അടുത്ത സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് അർജുൻ ആയിരിക്കും. അപ്പം ഐ ഹാൻഡ് ഓവർ ഇറ്റ് ടു അർജുൻ. ഓൾറൈറ്റ്, താങ്ക് യു. And the next welcome. I hope. Oh. Yeah. So hi all, I'm Arjun again from CET School of Management. So in the previous class I taken an picture perception class for you all. I hope you all remember. So today we will be talking about magic words. Can anybody guess what all are magic words? Magic words and one asking Laria. Anybody? നമ്മൾ സംസാരിക്കുന്ന അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ്. Correct, Thomas. In a way, you are correct. Okay, I'll proceed. So, magic words, it can be also referred as cross-cultural skills. Cross-cultural skills means that the skills you need to function effectively in a different culture than your own. Accept to translate, please. Did you ask me, Arjun? Yeah, to translate. Yeah, could you please repeat it once again, because it was breaking for me. Okay, now am I clear? Yeah, you are. I said magic words are the words which are cross-cultural skills, which means the skills you need to function effectively in a different culture than your own. For example, if you go to another state and you say thank you, welcome, it's the same meaning all over the world wide. That's the meaning I'm saying. Okay. Yeah. So, അർജുൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ മാജിക് വേർഡ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ലോകത്ത് എവിടെ പോയാലും ആ വേർഡ് പറയുവാണെങ്കിൽ അതിന് സെയിം മീനിങ് ആയിരിക്കും. നിങ്ങളിപ്പോ തമിഴ്നാട്ടിൽ പോയി താങ്ക് യു പറഞ്ഞാലും താങ്ക് യുന് അവിടെ വേറെ മീനിങ് ആയിരിക്കോ? ആണോ? അല്ല അല്ലെ? നിങ്ങൾ എവിടെ ചെന്ന് താങ്ക് യു പറഞ്ഞാലും എവിടെ ചെന്ന് ഹലോ പറഞ്ഞാലും അതിന് ഒരു മീനിങ് ആണ്. ആൾക്കാർ അത് ആ ഒരു മീനിങ്ങിലേ എടുക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള വേർഡ്സിനെ പറയുന്നതാണ് എന്ത്? മാജിക് വേർഡ്സ്. ക്ലിയർ ആണോ? Yes. Okay. So let's start then. Thank you all. I'll start with please. Ellarkum please. Everybody would be using it regularly. I hope so. എല്ലാവരും പ്ലീസ് ഒക്കെ പറയുന്നതല്ലേ? നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്കും അതിങ്ങോട്ട് താ ഇതിങ്ങോട്ട് താ എന്നാണോ പറയുന്നത്? അല്ല. Can you please give me this pen എന്നല്ലേ നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നമ്മള് എന്തെങ്കിലും ആസ്ക് ചെയ്യുന്നതിന് മുമ്പ് പൊളൈറ്റ് ആയിട്ട് ആഡ് ചെയ്യുന്ന വേർഡ് ആണ് എന്ത്? പ്ലീസ് അല്ലേ? ഇറ്റ്സ് എ മാജിക് വേർഡ്. ഓക്കെ. Yeah. So now everybody knows that you should say please, but not everyone remembers actually say it. For example, if you go to a tea shop, don't just say a coffee or a tea. Try to say coffee please or tea please. It adds on to your manners. Accept. Should I be translating that? Yeah. Yeah. സോ എന്താ പറഞ്ഞെന്ന് വെച്ചാല് നമ്മളിപ്പോ ടീച്ചേഴ്സിനോടോ മുതിർന്നവരോടോ ഒക്കെ പറയുമ്പോഴത്തേക്കും പ്ലീസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യും. ഒരു ഫോർമൽ സിറ്റുവേഷനിൽ നമ്മൾ പ്ലീസ് ഒക്കെ പറയും. പക്ഷെ ഇപ്പൊ നമ്മളൊരു കടയിൽ ചെന്നിട്ട് ഇപ്പൊ ചായ കുടിക്കാൻ പോവാ, ഒരു ചായ എന്നാ പറയുന്നത് അല്ലെ? പക്ഷെ there you are asking for something അല്ലെ? നമ്മൾ എന്തെങ്കിലും
ചോദിക്കുവാണെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ എപ്പോഴും ഏത് വേർഡ് ആഡ് ചെയ്യണം? Please. പ്ലീസ് ആഡ് ചെയ്യണം. അപ്പൊ എന്ത് പറയാം? എ കോഫി പ്ലീസ്, എ കപ്പ് ഓഫ് കോഫി പ്ലീസ്, എ കപ്പ് ഓഫ് ടീ പ്ലീസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചോദിച്ചാലും അതിലൊരു പൊളൈറ്റ്നെസ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് വേർഡ് ആഡ് ചെയ്യണം? അതിന്റെ കൂടെ പ്ലീസ് ആഡ് ചെയ്യണം. ഓക്കെ, Hope you understood. So next, I will move on to thank you. So remember to say thank you whenever somebody does something, isn't it? Thank you, you are welcome. There are phrases that we do use very often in English. And it could be for anything simple, like somebody holding a book for you, somebody lending a pen for you. What do you say? You say thank you or you are welcome. Aksa. സോ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഓ താങ്ക് യുവിന്റെ ഒക്കെ ആവശ്യം എന്താണ്? പക്ഷെ ആവശ്യമുണ്ട് കേട്ടോ. അത് നമ്മൾ തീർച്ചയായിട്ടും പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ നമ്മൾ താങ്ക് യു പറയണം. ആൻഡ് ഇഫ് സമ്മൺ ഈസ് താങ്കിങ് യു, അപ്പൊ റിപ്ലൈ ആയിട്ട് നമ്മൾ എന്നാ പറയണ്ടേ? വെൽക്കം. യു ആർ വെൽക്കം എന്ന് പറയണം. ഓക്കെ, താങ്ക് യു പറഞ്ഞാൽ റിപ്ലൈ എന്ത് പറയണം? You are welcome. യു ആർ വെൽക്കം എന്ന് പറയണം. ഓക്കെ, ഇനി അത് ആരെങ്കിലും മറക്കുവോ? No. Okay. Thank you all. So next we have sorry. It's very oftenly used. But I'll tell you a thing. I'll tell you a better way to say sorry. It's better always to say I'm sorry, because I'm sorry is more personal than sorry. Aksha? Yeah. സോ സോറി, നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്ത് തെറ്റാണെങ്കിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് സോറി. പക്ഷെ വെറുതെ സോറി എന്ന് പറയുന്നതിൽ നല്ലത് എന്താണ്? ഐ എം സോറി. എങ്ങനെ പറയണ്ടേ? ഐ എം സോറി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യു ആർ വെൽക്കം എന്ന് പറയുന്നത് പോലെ സോറി പറയുമ്പോഴത്തേക്കും ഐ എം സോറി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പേഴ്സണൽ ടച്ച് ആണ്. ഓക്കെ, നെക്സ്റ്റ്. Hope you understood. Next one is excuse me. Now, excuse me, you can say whenever you sneeze, or whenever you ask something for somebody, or when you call somebody for some information, you can say excuse me, ma'am or sir. Do remember to add that ma'am or sir if they're senior to you. Accept. Yeah. സോ എക്സ്ക്യൂസ് മീ എപ്പോഴാ പറയുന്നേ? ഇപ്പൊ നിങ്ങൾ കാണുക, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തി വേറൊരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ബട്ട് യു ഹാവ് ടു ഗോ ആൻഡ് ടോക്ക് ടു ദാറ്റ് പേഴ്സൺ. അപ്പത്തേക്കും നമ്മൾ എന്താ പറയുന്നേ? എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ടല്ലേ? അത് നിങ്ങൾക്ക് അറിയത്തില്ല അങ്ങനെ പറയണമെന്ന്? സോ എക്സ്ക്യൂസ് മീയും ഒരു മാജിക് വേർഡ് ആണ്. ഓക്കെ, എക്സ്ക്യൂസ് മീ. ഓൾറൈറ്റ്. Now the next thing we have is to wish. As you said, Aksa, we need to wish people, or particularly our seniors. That shows our manners and upbringing. So Aksa, you can explain that. Yeah. സോ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയാലും ഒരാളെ നമ്മൾ കാണുമ്പോൾ ഉടനെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? യു ഹാവ് ടു വിഷ് ഓർ ഗ്രീറ്റ് ദാറ്റ് പേഴ്സൺ. അപ്പൊ മോർണിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഹലോ, ഗുഡ് മോർണിംഗ് എന്ന് പറയാം. 12 ശേഷം ആണെങ്കിൽ എന്ത് പറയാം? ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയാം. അപ്പൊ And you wish people also on their birthdays, New Year, congratulate them on their results. Yeah. നിങ്ങൾക്ക് ആൾക്കാരെ വിഷ് ചെയ്യാൻ വേണ്ടിയും ഈ മാജിക് വേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? Are you guys able to follow? Yes. Thank you all. Chachi. Let's find out the magic words. Now this is an exercise for you all. 1 to 7 marked words here are jumbled words of magic words. Now you have to unscramble it. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാജിക് വേർഡ്സ് തിരിച്ച് മറിച്ചു വിട്ടേക്കുവാണ്, ജംബിൾഡ് ആക്കി ഇട്ടേക്കുവാണ്. നിങ്ങളുടെ ആക്ടിവിറ്റി ആണ് ഏത് മാജിക് വേർഡ് ആണ് അതെന്ന് ഐഡന്റിഫൈ ചെയ്യണം, ഡിറ്റക്ട് ചെയ്യണം. ചെയ്യാമോ? Are you guys ready? Yes, ready. Very nice. You can unmute yourself and tell me what all are the words, or you can type it in the chat box. First one, thank you. Sorry. Correct. 7th one. Yeah, correct. 7 sorry. Second one, welcome. Welcome. Second welcome. Okay.
Third one. Please. May I ആണോ? Yeah, correct. Google, yes. Very it is nice, may Google. It's may I. Fifth one nice. No. ഒന്നുകൂടെ ആലോചിച്ചേ. NICA. Can I? Can I? Yes. ഞാനത് ചെയ്തോട്ടെ. asleep ആണോ? Asleep illa. It is please. Yeah. Fourth one, I may. May I. Fifth one is can I? Can you Can guess I? sixth? Adenne, can I? Right, Google. Sixth one enduanu paraya. Oh, sixth one is actually big. Congratulations. Right, Rahul. Very nice. Right, Rahul. So others who couldn't follow the answers, these are the answers. Thank you. Welcome. Please. May I? Can I? Congratulations. Sorry. അപ്പൊ മാജിക് വേർഡ്സ് എന്താന്ന് മനസ്സിലായോ എല്ലാവർക്കും? ഇനി നിങ്ങൾ നിങ്ങളുടെ ലൈഫില് ഇത് യൂസ് ചെയ്യുമോ കോൺവെർസേഷൻസില്? എന്നാ എല്ലാരും ഒരു തംസ് അപ്പ് അടിച്ചേ. Yes. Thank you, Adityan. Thank you, Rahul. Yes. Now I request the host to continue, please. Thank you all for attending the class. Thank you, Aksa. Thanks to you too, Arjun. Thank you, guys. Thank you for your attention. Gauri. Okay, friends. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ സെഷൻ? എല്ലാവർക്കും ഇഷ്ടായോ? ഹലോ, ഇഷ്ടായല്ലോ. ആർക്കെങ്കിലും ഒന്ന് പറയാമോ 2 വാക്ക് ഇന്നത്തെ സെഷനെ പറ്റി? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ അവസാനത്തെ സെഷനായിരുന്നു. അപ്പൊ നമ്മൾ ഈ സെഷൻ എടുത്ത് ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു. ഈ സ്റ്റുഡൻസിന് എംപവർമെന്റിന് വേണ്ടിയിട്ടുള്ള ഈ സെഷൻ, ഇത് നമ്മുടെ ലാസ്റ്റ് ഫേസ് ആയ ഇന്ന് എനിക്ക് നിങ്ങളോട് കുറേ വലിയ താങ്ക് യു പറയണം. അപ്പൊ ആദ്യം തന്നെ ഞാൻ THS ശ്രീകാര്യം സ്കൂൾ അതോറിറ്റീസിനോടും BBC ക്ലബിന്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. സ്റ്റുഡൻസിന്റെ എംപവർമെന്റിന് വേണ്ടി ഓർഗനൈസ് ചെയ്ത ഈ പരിപാടിക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് മഞ്ജുള മിസ് ആയിരുന്നു. അപ്പോൾ ഈ പരിപാടിക്ക് മഞ്ജുള മിസ്സിന് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എല്ലാ സ്റ്റുഡൻസിനെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ച് അവരുടെ മുന്നേറ്റത്തിന് വേണ്ടിയൊക്കെ ആത്മാർത്ഥമായി നമ്മുടെ കൂടെ നിന്ന മഞ്ജുള മിസ്സിന് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എല്ലാത്തിനും ഉപരി ഈ സ്റ്റുഡൻസ് നിങ്ങൾക്ക് ഞാൻ വളരെ നല്ലൊരു ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. നിങ്ങൾ ഫുൾ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട്, നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും നല്ല പരിപാടി നമുക്ക് നടത്താൻ പറ്റിയത്. So thank you all. Thank you so much.